അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വശഫീഇനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയനായ CICയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ഉസ്താദ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ വലിയ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയും, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആദരണീയരായ മർഹൂം കുഞ്ഞുട്ടി ഹാജി സാഹിബിൻ്റെ മകനുമായ KT ആസാദ് സാഹിബ്, മർക്കസിൻ്റെ ആദരണീയനായ ട്രഷറർ കുഞ്ഞാപ്പു ഹാജി സാഹിബ്, ഈ സ്ഥാപനത്തിൻ്റെ CICയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള റഫീഖ് അബ്ദുൽ ബർവാഫി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ സംസാരിക്കാനുള്ള അവസരം ലഭിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാം, കുറേ ആളുകളെയൊക്കെ കാണാം, ഉസ്താദിനെയൊക്കെ കാണാം എന്ന ഒരു നിയ്യത്തോടു കൂടെ വന്നതായിരുന്നു. വന്നപ്പോഴാണ് ഇവിടെ ഉദ്ഘാടന പരിപാടി നടക്കുകയാണെന്ന് അറിഞ്ഞത്. ഒരുപാട് സന്തോഷം തോന്നുന്നു. ഹക്കീം ഉസ്താദ് ഈ പരിപാടിയുടെ പ്രമേയത്തെ അധികരിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഒരു കലയുടെ ഉത്സവമാണ്, ആർട്ട് ഫെസ്റ്റിവലാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ആർട്ട് ഫെസ്റ്റിവലിന് നമ്മൾ പ്രമേയമായിട്ട് സ്വീകരിച്ചത് ഇസ്ലാം ലളിതം സുന്ദരം എന്ന ഒരു മോട്ടോയാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ്. ഇത് കലയുടെയും ഒരു പ്രധാന സ്വഭാവമാണ്, ലാളിത്യവും സൗന്ദര്യവും, സിംപ്ലിസിറ്റി, ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. ഇത് കലയുടെ സ്വഭാവം നമ്മൾ ഇസ്ലാമിനെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണോ, അത് ഇസ്ലാമിൻ്റേതാക്കാൻ ശ്രമിക്കുകയാണോ, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്വഭാവം കലയുടേതാണോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ. കലയെക്കുറിച്ച് പറയാറ് നമ്മൾ ലളിതം അല്ലെങ്കിൽ സുകുമാര കലകൾ എന്നൊക്കെയുള്ള വാക്കുകൾ, വിശേഷണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇസ്ലാമിനെക്കുറിച്ചും നമ്മളിപ്പോൾ പറയുന്നു ഇസ്ലാം ലളിതമാണ്, സുന്ദരമാണ്. ആലോചിക്കുമ്പോൾ ഇത് തമ്മിൽ ഒരുപാട് സാജാത്യങ്ങളുള്ളതായിട്ട് കാണാൻ സാധിക്കും. കലയെക്കുറിച്ചുള്ള കൂടിയിരുത്തങ്ങളിൽ അല്ലെങ്കിൽ സംസാരങ്ങളിലൊക്കെ നമ്മളെപ്പോഴും കേൾക്കാറുള്ള, അഡ്രസ്സ് ചെയ്യുന്നൊരു സമസ്യയുണ്ട്. ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക്, കലയ്ക്ക് വേണ്ടി മാത്രമാണോ, അതല്ല കലയേക്കാൾ മികച്ചു നിൽക്കുന്ന, കലയെയും അതിജീവിച്ച് നിൽക്കുന്ന എന്തെങ്കിലും വലിയ മഹത്തായ ആശയത്തിൻ്റെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണോ എന്നത്. ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക് അല്ലെങ്കിൽ ആർട്ട് ഫോർ ലൈഫ് എന്നോ അങ്ങനെയൊക്കെ പറയാറുള്ളത് പോലെ. ലാവണ്യവാദികൾ പറയാറുള്ളത് കലയ്ക്ക് വേണ്ടി മാത്രമാണ്, കലയേക്കാൾ മികച്ചു നിൽക്കുന്ന ഒന്നിനെയും കല സെർവ് ചെയ്യേണ്ടതില്ല എന്നതാണ്. അത് ഒരു ഇസ്തറ്റിക് ഫണ്ടമെൻ്റലിസം അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രവാദപരമായ ഒരു മൗലികവാദം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. അങ്ങനെ ആക്ഷേപിക്കുന്നവരുണ്ട്. മറ്റൊന്ന് മതം, രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രം, ഐഡിയോളജി, പ്രസ്ഥാനം, തത്വചിന്ത തുടങ്ങിയ കലയേക്കാൾ മികച്ചു നിൽക്കുന്ന മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യങ്ങളെ നിറവേറ്റാനുള്ള, അതിനെ സെർവ് ചെയ്യാനുള്ള ഒരു ടൂൾ, അതിൻ്റെ ഒരു പ്രൊപ്പഗൻഡ ടൂൾ മാത്രമാണ്, പ്രചാരണ ഉപാധിയാണ്, പ്രബോധന മാധ്യമമാണ് കല എന്ന് പറയാറുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള, ഈ രണ്ട് വാദങ്ങളുടെയും ആളുകൾ തമ്മിൽ കലയുടെ ചരിത്രത്തിൽ വലിയ വലിയ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് കൂടുതൽ ആഭിമുഖ്യം തോന്നാറ് രണ്ടാമത് പറഞ്ഞ കലയെ ഒരു മാധ്യമമായി ഉപയോഗിക്കുക എന്ന രീതിയോടാണ്. പക്ഷേ ദൈവവിശ്വാസികളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്ലാം ലളിതം സുന്ദരം എന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്ത്
കലാ ഫെസ്റ്റിവൽ നടത്തുന്ന ഇസ്ലാമിക പാഠങ്ങളെ മനുഷ്യൻ്റെ ആധുനിക ജീവിതവുമായിട്ട്, പ്രായോഗിക ജീവിതവുമായിട്ട് വിളക്കി ചേർക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ താദാത്മ്യങ്ങൾ, ഇസ്ലാമിൻ്റെ പാഠങ്ങളെയും പൊരുളുകളെയും മതത്തിൻ്റെ പാഠങ്ങളെയും പൊരുളുകളെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും തമ്മിലുള്ള താദാത്മ്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകളെന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലാവണ്യവാദം അഥവാ കലയ്ക്ക് വേണ്ടി എന്ന വാദത്തെ, ആ വാദം അസ്വീകാര്യമാകേണ്ടതില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അഥവാ കലയെ ഉപാസിക്കുക എന്ന അർത്ഥത്തിലല്ല, കല ഉപാസിക്കപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഹക്കീം ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട, വളരെ സീരിയസ് ആയിട്ട് ടാക്കിൾ ചെയ്യേണ്ട ഒരു മേഖലയാണ് കലയുടേത് എന്ന അർത്ഥത്തിലാണ്. ഓരോ കലാരൂപവും, ഓരോ സാഹിത്യ രൂപവും അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ പറയാറുണ്ട്, ക്രാഫ്റ്റിനെ ഹോൺ ചെയ്യുക, ക്രാഫ്റ്റിനെ മാസ്റ്റർ ചെയ്യുക എന്നൊക്കെ. ഉദാഹരണം, നമുക്ക് സാഹിത്യ രൂപങ്ങളായ കഥ, കവിത, ഉപന്യാസം, അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങളായിട്ടുള്ള ചിത്രകല, സിനിമ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പല സുകുമാര കലകളുണ്ട്, അങ്ങനെ പല കലാരൂപങ്ങൾ. ഈ കലാരൂപങ്ങളൊക്കെ ആ കലാരൂപങ്ങളെ മികച്ചു നിൽക്കുന്നത് വർഷങ്ങളുടെ അനുധ്യാനം വഴിയാണ്. വർഷങ്ങളെടുത്ത് ആ കലയെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്, അഥവാ അതിനു വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടാണ്. ക്രാഫ്റ്റ് മാസ്റ്റർ ചെയ്യുക എന്ന പണി അത് സംഗീതത്തിലായാലും ചിത്രകലയിലായാലും സാഹിത്യത്തിലായാലും ആ കലയെ അനുഷ്ഠിക്കുന്ന ആൾ ചെയ്യുന്നുണ്ട്. കല ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന, കുഞ്ഞുനാളിലെ തുടങ്ങി ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന ഒരു അനുഷ്ഠാനമാണ്. ഓരോ കലാമേഖലയും അർത്ഥത്തിൽ ഒരു ഡിസിപ്ലിനാണ്. ഇപ്പോഴത്തെ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഇസ്ലാമിന് അതിൻ്റെതായ റിച്വൽസ് ഉണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇസ്ലാം നമ്മൾ അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആരാധനകളുണ്ട്, ആ ആരാധനകളെയൊക്കെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, ഞാനൊക്കെ ഇവിടെ 15-16 വയസ്സിൽ ഇവിടെ വന്ന് ഇവിടുന്ന് വാഫിയായി പുറത്തു പോകുന്ന ആ ഒരു വർഷങ്ങൾ, 8 വർഷത്തെ പഠനം അല്ലെങ്കിൽ 6-7 വർഷത്തെ പഠനം, ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഒരുതരം ട്രാൻസ്ഫോർമേഷന് വിധേയമായിട്ടുണ്ട്. നമ്മൾ ആ പ്രായത്തിൽ, ഇപ്പോൾ നിങ്ങളിലൊരു കവി ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളിലൊരു കഥാകാരനുണ്ടാകാം. ഇവിടെ പഠിച്ച, അന്ന് നന്നായിട്ട് കവിത എഴുതിയ, കഥകൾ എഴുതിയിരുന്ന ആളുകളുണ്ട്. അവരന്ന് എഴുതിയ കഥകളായിരിക്കില്ല ഇപ്പോൾ എഴുതുന്നത്. കാരണം അത് പ്രാക്ടീസ് വഴി. അന്നത്തെ പ്രഭാഷകരുണ്ട്, അന്ന് പ്രസംഗിച്ച പോലെയല്ലെന്ന് നമ്മൾ പ്രസംഗിക്കുന്നത്. നിരന്തരമായ നമ്മൾ ആ ഒരു കലാരൂപത്തെ, ആ സാഹിത്യ രൂപത്തെ നമ്മൾ സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അതിന് നമ്മൾ വർഷങ്ങൾ സ്വയം ട്രെയിൻ ചെയ്യാനും ആ ഡിസിപ്ലിന് സ്വയം വിധേയപ്പെടാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ മാസ്റ്റേഴ്സ് ആവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ തന്നെ പണ്ട് നമ്മൾ ഡയറിയിൽ കുത്തിക്കുറിച്ചിരുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ MMSAയുടെ മാഗസിനുകളിൽ നമ്മൾ എഴുതിയിരുന്ന കവിതകളും ഇന്ന് നമ്മൾ എഴുതുന്ന കഥകളും ലേഖനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ആ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസത്തിന് കാരണം നമ്മൾ സീരിയസ് ആയിട്ട് നമ്മളെ തന്നെ അതിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ ചെയ്യാത്തവർ അവരെ ആ കലയുടെ ഉപാസകരെന്നോ അല്ലെങ്കിൽ ആ കലയെ അനുഷ്ഠിക്കുന്നവരെന്നോ വിളിക്കാൻ സാധിക്കില്ല. T.S. എലിയറ്റ് പറയാറുണ്ട്, ആംഗലേയ വിവർത്തകനും കവിയും നിരൂപകനുമൊക്കെ ആയിട്ടുള്ള T.S. എലിയറ്റ് പറയാറുണ്ട്, 25 വയസ്സിന് മുമ്പ് കവിത എഴുതിയ ആളെ കവി എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഒരാൾ കവിയാവണമെങ്കിൽ അത് 25 വയസ്സിന് മുമ്പ് തുടങ്ങി അത് ജീവിതാന്ത്യം വരെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മിഡിൽ ഏജിലൊക്കെ അയാൾ ആ ക്രാഫ്റ്റ് ഇങ്ങനെ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് 25-ന് ശേഷമാണ് അയാളുടെ ആ കലാരൂപത്തിൽ അയാൾ മാസ്റ്ററായി തീരുന്നത് എന്ന്. അതുകൊണ്ട് 25 വയസ്സിന് മുമ്പ് കവിത എഴുതിയ ആളെ 25 വയസ്സിൽ കവിത എഴുത്ത് നിർത്തിയ ഒരാളെ കവി എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് T.S. എലിയറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഏത് കാവ്യരൂപത്തിനും കലാരൂപത്തിനും ഒരു ട്രഡീഷനുണ്ട്. ആ ട്രഡീഷനെ നമ്മൾ ആദരിക്കണമെന്നാണ്. ഒരു പാരമ്പര്യമുണ്ട്. അത് ചെറുകഥക്കാവട്ടെ, നോവലിനാവട്ടെ, സംഗീതത്തിനാവട്ടെ, സിനിമക്കാവട്ടെ, അതിൻ്റെ പരിണാമദശകളുണ്ട്. ചരിത്രപരമായിട്ട് ഓരോ ഘട്ടങ്ങളിൽ അതിൻ്റെ മാസ്റ്റേഴ്സ് ഉണ്ട്, അധികായന്മാരുണ്ട്. അവരെ മനസ്സിലാക്കണം. അവരെന്ത് എഴുതി, ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡിനോട് അതെങ്ങനെ പ്രതിവർത്തിച്ചു, എന്ത് മാറ്റങ്ങളുണ്ടായി. 18-ാം നൂറ്റാണ്ടിലെ നോവൽ, 19-ാം നൂറ്റാണ്ടിലെ നോവൽ, 20-ാം നൂറ്റാണ്ടിലെ നോവൽ, അങ്ങനെ ഓരോ കലാരൂപത്തിനും വന്ന മാറ്റങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഈ കലയുടെ സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും പുതിയതിനെ സ്വീകരിക്കാൻ അത് സ്വമേധയാ തയ്യാറായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ എലിയറ്റ് തന്നെ ഒരു മനോഹരമായൊരു നിരൂപണ ഉപന്യാസം എഴുതിയിട്ടുണ്ട്.
പാരമ്പര്യവും അല്ലെങ്കിൽ കലയുടെ കവിതയുടെ പൈതൃകവും വൈയക്തിക നൈപുണികളും, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻ്റ് എന്ന് പറയുന്നൊരു ലേഖനം ഏറെ പ്രസിദ്ധമാണത്. അതിൽ അദ്ദേഹം പറയുന്നത് പാരമ്പര്യത്തിനോട് ചേർന്ന് നിൽക്കാതെ, കവിതയുടേതാകട്ടെ കലയുടേതാകട്ടെ നൂറ്റാണ്ടുകളോളം വികസിച്ചു വന്നൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കാതെ ഒരു വ്യക്തിക്ക് തൻ്റെ അഡ്രസ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതേസമയം ഒരു ഇൻഡിവിജ്വലിനെ, ഒരു പുതിയ കവിയെ, ഒരു പുതിയ കലാകാരനെ സ്വീകരിക്കാതെ കവിതയുടെ പാരമ്പര്യത്തിന് നിലനിൽക്കാനും സാധിക്കില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പുതിയ ട്രെൻഡുകളെ സൃഷ്ടിക്കുമ്പോൾ കല എപ്പോഴും സ്വയം നവീകരിക്കുന്നൊരു പരിപാടിയാണ്. പുതിയ എഴുത്തുകാർ, പുതിയ കലാകാരന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയതിനെ കൂടെ നിൽക്കുകയും പുതിയതിനെ പുതിയ എഴുത്തുകാർ പുതിയത് എഴുതുമ്പോൾ അത് പഴയ സ്ട്രക്ചറിൻ്റെ ഭാഗമായി മാറുകയാണ്. ആ സ്ട്രക്ചർ നവീകരിക്കപ്പെടുകയാണ്. ഇങ്ങനെ നവീകരിക്കാതെ ഒരു കലാരൂപത്തിനും നിലനിൽക്കാൻ സാധിക്കില്ല എന്നതാണ്. അത് മതങ്ങളുടെ ചരിത്രത്തിലും നമ്മൾ തജ്ദീദിനെ അല്ലെങ്കിൽ മുജദ്ദിദുകളെയൊക്കെ വളരെ ആഹ്ലാദത്തോടെ നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ചരിത്രത്തിൽ ഇങ്ങനെ ഇസ്ലാമിൻ്റെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഓരോ നൂറ്റാണ്ടിൻ്റെയും വിളക്കുമാടങ്ങളായിട്ട്, നാഴികക്കല്ലുകളായിട്ട് നമുക്ക് ഓരോ മുജദ്ദിദുകളുണ്ട്. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുകൾ ചിലർ മുജദ്ദിദുകളായിട്ട് ഗണിക്കപ്പെടുന്നവരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഓരോ നൂറ്റാണ്ടിലും ഈ തജ്ദീദുകൾ നടന്നു എന്നത് വളരെ രസകരമായിട്ട് ഇതിനെപ്പറ്റി എഴുതിയ ആളുകളുണ്ട്. കാരണം നമ്മൾ പൈതൃകത്തിൻ്റെ ആളുകളാണ്, പാരമ്പര്യത്തിൻ്റെ ആളുകളാണ്. അതേസമയം ഈ മതത്തെ പ്രസൻറ്റബിൾ ആക്കുക എന്നത്, ഈ മതത്തെ ആധുനിക കാലഘട്ടത്തോട് കമ്പാറ്റബിൾ ആക്കുക എന്നത്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ശാസ്ത്രത്തോടും ദർശനങ്ങളോടും രാഷ്ട്രീയത്തോടും ചിന്തകളോടും അതിനെ കമ്പാറ്റബിൾ ആക്കുക എന്ന വലിയ ധർമ്മമാണ് ഇസ്ലാമിക ചരിത്രത്തിലുടനീളം ഇമ്മത്ത് സ്വീകരിച്ചിട്ട്. അതുകൊണ്ടാണല്ലോ ഇമാമുമാരുണ്ടായത്. അല്ലെങ്കിൽ പുതിയ സ്കോളേഴ്സിൻ്റെ ആവശ്യമില്ല. സ്കോളേഴ്സ് എപ്പോഴും ചെയ്തിട്ടുള്ളത് ഈ ഒരു വലിയ ഒരു ധർമ്മമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു റോ മെറ്റീരിയലിനെ ഒരു കലാരൂപമാക്കി മാറ്റുന്ന കലാകാരനെ പോലെ, എന്നിട്ടതിനെ സിമ്പിളും ബ്യൂട്ടിഫുള്ളുമാക്കി പ്രസൻറ്റ് ചെയ്യുന്നൊരു കലാകാരനെ പോലെ ഇസ്ലാമിക റിസോഴ്സ്, ഞാൻ എന്താ പറയുക, ഇസ്ലാമിക സ്കോളേഴ്സ് എന്ന് വിളിക്കുന്നതിനേക്കാൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഇസ്ലാമിക് റിസോഴ്സ് പീപ്പിൾ എന്ന് വിളിക്കാനാണ്. കാരണം സ്കോളേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആളുകളായിരിക്കില്ല പലപ്പോഴും നമ്മളൊക്കെ. സ്കോളേഴ്സിൻ്റെ നിലവാരം, നമ്മളെ ചരിത്രത്തിൽ സ്കോളേഴ്സ് എന്നൊക്കെ വിളിക്കാൻ അർഹത കിട്ടിയ പണ്ഡിതന്മാർ വളരെ കുറച്ച് പേര് മാത്രമാണ്. അതേസമയം ഇസ്ലാമിനെ വളർത്തിയതിൽ ഒരുപാട് റിസോഴ്സ് പീപ്പിളുകളുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ആളുകൾ റിസോഴ്സ് പേഴ്സൺ ഉണ്ട്. ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ പ്രസൻറ്റബിൾ ആക്കുക എന്നതാണ്. ഇങ്ങനെ പ്രസൻറ്റബിൾ ആക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളെ സ്വീകരിക്കാൻ, ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് ദുബായിൽ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന പല ആളുകളുമായിട്ടൊക്കെ ഇടയ്ക്ക് ഇരിക്കാനും അവരുടെയൊക്കെയുള്ള സംവദിക്കാനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട്. ആ സമയത്ത് ഞാൻ പലപ്പോഴും വ്യക്തിപരമായിട്ട് അന്വേഷിക്കാൻ ശ്രമിക്കാറ്, നിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന വ്യതിരിക്തമായ വഴി ഏതാണ്? നമുക്ക് പറയാം അയാൾ ഇസ്ലാം സ്വീകരിച്ചു, കുറേ മുസ്ലിം, അതൊക്കെ പുതു മുസ്ലിങ്ങളാണ് എന്നർത്ഥത്തിൽ ഒരു 360 ഡിഗ്രി വ്യൂ, എല്ലാം പുതു മുസ്ലിങ്ങളാണ്, റിവേർട്ടുകളാണെങ്കിൽ കൺവേർട്ടുകളാണ് എന്ന് നമുക്ക് അവരെ അഡ്രസ്സ് ചെയ്യാം. അങ്ങനെ ഒരു സ്വീപ്പിംഗ് ജനറലൈസേഷൻ നടത്തുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മിസ്സാവുന്നുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാണ്. അയാൾക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. അയാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു പുസ്തകമുണ്ട്, ഒരു വ്യക്തിയുണ്ട്, ഒരു ചിന്തയുണ്ട്, ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നടന്ന ഒരു തൻ്റെ സ്കൂളിൽ ഒരു അധ്യാപകനെ മുസ്ലിമാക്കിയത്, ഒരു പ്രൊഫസറെ മുസ്ലിമാക്കിയത് തൻ്റെ ക്ലാസ്സിൽ വർഷങ്ങളോളം ഇരുന്നൊരു വിദ്യാർത്ഥിയാണ്. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ മുസ്ലിമാക്കിയത് തൻ്റെ കോളേജിൽ സാബത്തിക്കൽ, അതായത് വന്ന ഏതാനും മാസങ്ങൾ പഠിപ്പിക്കാൻ വന്ന ഒരു അധ്യാപകനാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് മുസ്ലിമായി വന്ന ആളുകളുണ്ട്. ഇവരോടൊക്കെ സംസാരിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും ഇസ്ലാമിൻ്റെ സംസ്കാരത്തെയും ഒക്കെ വളരെ വൾഗറൈസ് ചെയ്യുന്ന, മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇങ്ങനെയൊക്കെ മോശമായ ബാഡ് ലിറ്ററേച്ചറിൻ്റെ അല്ലെങ്കിൽ ബാഡ് മീഡിയയുടെ
പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം തലത്തിൽ ഇത്രയൊക്കെ വലിയ ഇൻഫ്ലുവൻസ് നടന്നിട്ടും. കാരണം നിങ്ങളൊരു ലൈബ്രറിയിൽ, ഏതെങ്കിലും ഒരു നല്ല ലൈബ്രറിയിൽ ചെന്ന് നോക്കിയാൽ ഇസ്ലാമിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ആമസോൺ ബുക്സിൽ ചെന്ന് നോക്കിയാലും കാണാൻ ഇസ്ലാമിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ, അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ ഈക്വലി ഇസ്ലാമിനെ കുറിച്ച് അനുകൂലമായി അല്ലെങ്കിൽ നന്നായിട്ട് ഇസ്ലാമിനെ പ്രസൻറ്റ് ചെയ്യുന്ന പുസ്തകങ്ങളെക്കാൾ കൂടുതൽ കാണാൻ സാധിക്കുക ഒരു പക്ഷേ ഓറിയൻ്റലിസ്റ്റുകളോ അല്ലെങ്കിൽ ഇസ്ലാം വിമർശകരോ എഴുതിയ ഗ്രന്ഥങ്ങളായിരിക്കും. അത്രയധികം ഗൂഗിൾ സെർച്ച് ചെയ്താലും വിക്കിപീഡിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത് അതാണല്ലോ. അപ്പോൾ ഇത്രയധികം ആൻറ്റി ഇസ്ലാമിക് ലിറ്ററേച്ചർ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആധിക്യമുള്ളൊരു കാലഘട്ടത്തിലും ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് വളരെ ലളിതമായി സുന്ദരമായിട്ട് ഇസ്ലാം പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു. നമ്മളൊക്കെ അതിന് ചെറിയ ചെറിയ സംഭാവനകൾ നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആ രീതിയിൽ ലോകത്ത് നമ്മളൊക്കെ ശ്രമിക്കാതിരുന്നിട്ടും മുസ്ലിങ്ങളിലൂടെ വളരെ ഓർഗാനിക്കായിട്ട് ഇസ്ലാം ലളിതവും മനോഹരവുമായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുവെന്ന ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഞാനെൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കലയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ കലയുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കലയ്ക്ക് വേണ്ടി എന്ന നീയത്തോടു കൂടെ കലയെ സമീപിക്കണം എന്നത്. അല്ലാതെ നമ്മളൊരു എന്താ പറയുക, ഒരു മെയിൻ സ്ട്രീം കലയിൽ നിന്ന് മാറി, മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിൽ നിന്ന് മാറി ഒരു മാർജിനൽ ലിറ്ററേച്ചർ, ഒരു മാർജിനൽ കലാ രൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നമ്മളെപ്പോഴും മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമാവാനാണ് ശ്രമിക്കേണ്ടത്. മെയിൻ സ്ട്രീം ലിറ്ററേച്ചർ, അപ്പോൾ ലോകത്ത് എഴുതപ്പെട്ട വലിയ സാഹിത്യകൃതികൾ അത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തോടോ അല്ലെങ്കിൽ ഇസ്ലാമിക ചിന്തയോടോ എതിര് നിൽക്കുന്നതല്ല. ആ അർത്ഥത്തിൽ അത് ഇസ്ലാമികമാണ്. ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകശേഖരങ്ങളിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. കൂട്ടത്തിലൊരു പുസ്തകം അദ്ദേഹം നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഗ്രന്ഥമാണ്. അതുപോലെ കാൾസാഗൻ്റെ ഒക്കെ പുസ്തകങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാനിത് വെറുതെ കൗതുകത്തിന് മറിച്ചു നോക്കിയപ്പോൾ അതിനിടയിലൊക്കെ ചിലയിടത്ത് അദ്ദേഹം ഒരു പ്രത്യേക മാർക്ക് ഇട്ടിട്ടുണ്ട്, അടിവരയിട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൽ ചിലയിടത്ത്, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല നാഫി, ഇതിൽ ചിലയിടത്ത് ഈ സുജൂദിൻ്റെ മഹലുകളുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഖുർആനിലാണ് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സ്ഥലങ്ങളുള്ളത്. ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെയും അതുപോലെ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ, കൽസാഗൻ്റെയൊക്കെ പുസ്തകങ്ങളിൽ, ശാസ്ത്ര പുസ്തകങ്ങളിൽ എങ്ങനെയാണ് സുജൂദിൻ്റെ മഹലുകളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചില രാത്രികളിൽ ഞാനിത് വായിച്ചിട്ട് ആ സ്ഥലത്തെത്തിയപ്പോൾ, ചില സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ അറിയാതെ സുജൂദ് ചെയ്ത് പോയിട്ടുണ്ട്. കൽസാഗൻ്റെ ചില പുസ്തകങ്ങളിൽ ചില ഏരിയകൾ അങ്ങനെയുണ്ട്. അതായത് ഈ സെക്യുലറായിട്ട് എഴുതപ്പെടുന്നത് ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ്, ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള പഠനമാണ്. അത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബൗണ്ടറികളൊക്കെ മാറിപ്പോവാണ്. കൽസാഗൻ മുസ്ലിം ആയിട്ടില്ല, സ്റ്റീഫൻ ഹോക്കിങ് മുസ്ലിം ആയിട്ടില്ല, പക്ഷേ അവരെഴുതിയ സത്യം പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചുള്ളത്, ഏത് മനുഷ്യനും ആക്സസിബിൾ ആയിട്ടുള്ള സത്യങ്ങളെക്കുറിച്ചാണ്. ആ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഖുർആനിലൊരായത്ത്, പ്രകൃതി വർണ്ണനകളെക്കുറിച്ചുള്ള ആയത്ത് നിങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ, ഞാൻ ശാസ്ത്രം പഠിക്കുന്നൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട്, അദ്ദേഹം പറയാണ്, ശാസ്ത്രം പഠിച്ചൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് അത് എന്നോട് കൂടുതൽ എന്നെ കൺവേഴ്സ് ചെയ്യുന്നതായിട്ട്, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ രാത്രി 12 മണിക്ക് ശേഷം ഇത് വായിച്ച സമയത്ത് സുജൂദ് ചെയ്ത ചില മഹല്ലുകളുണ്ട് ഇതിലെന്ന് എന്നോട് പറയുകയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അർത്ഥം നമ്മൾ മെയിൻ സ്ട്രീമിനെ നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇസ്ലാമികൻ്റെ എന്താ പറയുക, ഇസ്ലാമിക് റിനൈസൻസിനെ കുറിച്ചും പഴയ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഉറ്റം കൊള്ളാറുണ്ട്, നമ്മുടെ അബ്ബാസിദ് കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്പെയിനിനെ കുറിച്ചൊക്കെ. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ മെയിൻ സ്ട്രീം സാഹിത്യം ഇസ്ലാമിക സാഹിത്യമായിരുന്നു. അന്നത്തെ മെയിൻ സ്ട്രീം സയൻസ് ഇസ്ലാമിക സയൻസ് ആയിരുന്നു. മെയിൻ സ്ട്രീമിനെ കീഴടക്കുക, അല്ലാതെ മെയിൻ സ്ട്രീമിന് ബദലായിട്ട് പാരലൽ സ്ട്രീമുകൾ ഉണ്ടാക്കുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് കലയുടെ കാര്യത്തിലാണെങ്കിലും സാഹിത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പലപ്പോഴും ഇസ്ലാമൈസേഷൻ ഓഫ് ആർട്ട് അല്ലെങ്കിൽ ഇസ്ലാമൈസേഷൻ ഓഫ് സയൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും സബ്സ്റ്റാൻഡേർഡ് വേർഷൻസ് ഉണ്ടാക്കുന്നതിനേക്കാൾ, ഇപ്പം ഫറൂഖിയുടെയൊക്കെ രചനകൾ അല്ലെങ്കിൽ ഹുസൈൻ നസ്റിൻ്റെയൊക്കെ രചനകൾ ആദ്യ കാലഘട്ടത്തിൽ അത്തരം ഒരു ഇസ്ലാമൈസേഷനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഇസ്ലാമൈസേഷനേക്കാൾ മെയിൻ സ്ട്രീമിലേക്ക് ചേരുകയും വളരെ സെക്യുലറായിട്ടുള്ള മേഖലകളിൽ ഇടപെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കലയുടേതാണെങ്കിലും സാഹിത്യത്തിൻ്റേതാണെങ്കിലും മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു പ്രബോധന ഉദ്ദേശത്തോടു കൂടി ഒരു സ്വോദ്ദേശ സാഹിത്യം സൃഷ്ടിക്കുന്നതിനേക്കാൾ നല്ലത് വലിയ വലിയ സാഹിത്യകൃതികളെ
ഇപ്പോൾ നൊബേൽ പ്രൈസോ അല്ലെങ്കിൽ ബുക്കർ പ്രൈസോ ഒക്കെ ലഭിക്കാൻ അർഹമായ തരത്തിലുള്ള സാഹിത്യരചനകളിൽ നമ്മുടെ സംഭാവനകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഒരുപാട്, കേരളത്തിൽ തന്നെ ഉദാഹരണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഉദാഹരണം, വൈക്കം മുഹമ്മദ് ബഷീർ മെയിൻ സ്ട്രീം സാഹിത്യകാരനാണ്. മാപ്പിള സാഹിത്യകാരന്മാരെക്കാൾ ഇന്ന് ആളുകൾ കൂടുതൽ വായിക്കുന്നത് ബഷീറിൻ്റെ ദർശനങ്ങളെയാണ്, ബഷീറിൻ്റെ സാഹിത്യത്തെയാണ്. ലോകത്തുടനീളം അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സമയം പരിമിതി ഭയന്ന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ ഇരുത്തത്തെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ കല, പെർസ്യൂട്ട് ഓഫ് ആർട്ട്, അത് ഒരർത്ഥത്തിൽ ഒരു ഇബാദത്താണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ മനോഹരമാക്കുക എന്നത്, അത് നിസ്കാരമാണെങ്കിലും നമ്മൾ നിസ്കാരമാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടല്ലോ. അതാണ് കലയെക്കുറിച്ച് പറഞ്ഞ രണ്ടാമത്തെ കാര്യം. കല കലയ്ക്ക് വേണ്ടിയല്ല, കല കലയേക്കാൾ മികച്ചു നിൽക്കുന്ന മറ്റെന്തോ ഒന്നിനു വേണ്ടിയാണ്. അത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറയുന്നുണ്ട്. നോമ്പിനെ കുറിച്ച് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്നുണ്ട്. ഹജ്ജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ സിമ്പലുകളിലേക്ക് അള്ളാഹു നോക്കുന്നില്ല. അല്ല യനാലല്ലാഹു ലുഹൂം, നിങ്ങളുടെ അതിൻ്റെ ഇറച്ചിയും അതുപോലെ അതിൻ്റെ ചോരയുമൊന്നും അള്ളാഹുവിന് വേണ്ടതില്ല, അള്ളാഹുവിന് വേണ്ടത് നിങ്ങളുടെ ഭക്തിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിമ്പലുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമില്ലെങ്കിൽ അത് വേസ്റ്റായി പോകും. ആ ഒരു നെയ്യത്തോടു കൂടെ കലയെയും സമീപിക്കുക. കലയ്ക്കും നമ്മുടെ പ്രസംഗത്തിനും നമ്മുടെ എഴുത്തിനും നമ്മുടെ എല്ലാത്തിനും നമ്മളത് വളരെ മനോഹരമാക്കാനും അതിൻ്റെ ക്രാഫ്റ്റിനെ പെർഫെക്റ്റ് ചെയ്യാനും മാസ്റ്റർ ചെയ്യാനും ശ്രമിക്കുമ്പോഴും അതിനെയൊക്കെ മികച്ചു നിൽക്കുന്നൊരു പർപ്പസ് അതിനുണ്ടെന്ന് മനസ്സിലാക്കിയ അതേസമയം അപ്പോൾ ആർട്ട് ഫോർ ആർട്ട് സേക്കാണ്, ആർട്ട് ഫോർ ലൈഫാണ്, അല്ലെങ്കിൽ ആർട്ട് ഫോർ ഫെയ്ത്താണ്, ആർട്ട് ഫോർ സ്പിരിച്വാലിറ്റിയാണ് എന്നുകൂടെ അടിവരയിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.